ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ് February 8th. സോ ഇപ്പോൾ ഡിസംബറായി. ഇനി ഇത് ചടുപിടുന്നതിന് എല്ലാ ദിവസവും കഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇനി സമയമില്ല. ഇനി ഓരോന്നായി നമ്മളിങ്ങനെ തുടങ്ങി വെക്കണം. അപ്പം നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. കല്യാണിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൽ അവർ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സാരി സെക്ഷനിലേക്കാണ് കേട്ടോ പോണത്. വെഡ്ഡിങ് സാരി സെക്ഷനൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് എനിക്കും അമ്മയ്ക്കും ആദരിക്കും, അതായത് കല്യാണ പെണ്ണിനുമാണ് കേട്ടോ. ഫസ്റ്റ് എൻ്റെ കണ്ണിലുടക്കിയത് ഈ ഒരു കളറായിരുന്നു. നമ്മൾ ആദ്യം ഓഫ് വൈറ്റ് എന്നൊക്കെ അങ്ങനെ തുടങ്ങാമെന്ന്, അതായത് ലൈറ്റ് ഷെയ്ഡിനൊക്കെ ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം എടുത്തു നോക്കിയത് അതായിരുന്നു. പിന്നെ അങ്ങോട്ട് എടുത്തു നോക്കലുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു കേട്ടോ. നമ്മൾ സാരി എടുക്കാൻ വേണ്ടി കല്യാണം വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എന്താ പറയുക, കാഞ്ചീപുരം ഇതിൽ വരുന്ന സാരികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച് നമുക്ക് എടുത്ത് തരും. നമുക്ക് കുറേ റെഡ് എടുത്ത് കാണിച്ചു തന്നു, പക്ഷേ എനിക്ക് റെഡിനോട് താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും റെഡിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എല്ലാ കല്യാണങ്ങൾക്കും നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണല്ലോ റെഡ്. അപ്പോൾ നമുക്ക് റെഡ് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റെഡിൽ നിന്ന് മാറി കുറച്ച് ബ്രൈറ്റായിട്ട് ഒരു ഓപ്പ് ഷെയ്ഡൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, അല്ലെങ്കിൽ നല്ല മുഖത്തിന് നല്ല തെളിച്ചം തോന്നുന്ന കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പീക്കോക്ക് നോക്കി, പക്ഷെ അതെനിക്ക് ഈ ഒരു നീലൊന്നും എനിക്ക് അത്രയും സംഭവം കൊള്ളാം. പക്ഷെ നമ്മൾ നീല, അതുപോലെ ഈ കളറൊക്കെ ഉണ്ടല്ലോ, ഈ നീല, റെഡ്, റോസ്, ഇതൊക്കെ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന കളറാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് വേണ്ട, എന്നാൽ മുഖത്തിന് തെളിച്ചം തോന്നും വേണം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഷെയ്ഡ് കളറൊക്കെ കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫോണിൽ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് കാണുന്നുണ്ട് തോന്നും കേട്ടോ. ഭയങ്കരമായിട്ട് കളർ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തോ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ എന്തോ പ്രോബ്ലമാണ്. ഇപ്പോൾ കറക്റ്റ് ആയില്ല, നമ്മൾ ബ്രൈറ്റ്നെസ്സിൻ്റെ എന്തോ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഷെയ്ഡ് നോക്കി കേട്ടോ. പിന്നെ നമ്മളുടെ ഫോണിൽ നമ്മൾ കുറച്ച് സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ ഏത് കളറ് നമ്മുടെ മനസ്സിൽ വിചാരിച്ച് നമ്മൾക്ക് അത് വേണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു സാധനം ഒഴികെ ബാക്കി എല്ലാം നമ്മൾ കാണും. അപ്പോൾ നമുക്കും അങ്ങനത്തെ ഒരു ഇത് തന്നെ കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് വേറെയും സാരീസ് എടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഭയങ്കര സോഫ്റ്റ് പട്ടാണ് കേട്ടോ. ഞാൻ എല്ലാ സാരി കിട്ടുമ്പോഴും ഒന്ന് പിടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള പട്ടെടുക്കുമ്പോൾ നമുക്ക് ഒഴുക്കനെ കെടുക്കുമല്ലോ, നല്ല തടി തോന്നിക്കാത്ത രീതിയിൽ കെടുക്കുമല്ലോ. നമ്മൾ അതാണ് മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് ജസ്റ്റ് പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാഞ്ചീപുരം അല്ലേ, അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പൊന്നും അല്ല, എന്തായാലും ആവുമല്ലോ. എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി പിടിച്ച് നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് സെക്കൻഡ് സാരി ആക്കിയിട്ട് അങ്ങനെ പോകുമ്പോൾ, അതായത് പയ്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന അങ്ങനത്തെ ആ ഒരു ഇതിൽ കാറ്റഗറിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചത് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് വരുമ്പോൾ സാരിയുടെ കൂടെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിനൊരു ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോൾ ഒരു ഗത്ത് തോന്നല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നമുക്ക് സെക്കൻഡായിട്ട് എടുക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് കല്യാൺ സിൽക്സിൻ്റെ കുന്നംകുളത്തെ ഷോറൂമിലേക്കാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമുക്കടുത്ത് കുന്നംകുളമാണല്ലോ, നമ്മൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാൻ പറ്റില്ല, അത്രയും നല്ല കസ്റ്റമർ സർവീസായിരുന്നു കേട്ടോ. അവർക്ക് നമ്മൾ എത്ര എടുത്ത് തന്നാലും അവർക്ക് ആ ഒരു മടിയോ, ചിലവർക്കൊക്കെ ഉണ്ടാവുമല്ലോ കുറേ എടുത്ത് തരുമ്പോൾ ഒരു മടിയൊക്കെ. ഇവർക്ക് അതൊന്നുമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ മനസ്സ് നിറയും അങ്ങനൊരു ഇതായിരുന്നു കേട്ടോ. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. നന്നായി കച്ചവടം ചെയ്യാൻ അറിയാം കേട്ടോ. ആ മൂന്ന് ചേച്ചിമാരല്ല, 4 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും നല്ല കിടിലനായിട്ട് ഞങ്ങൾക്ക് എല്ലാതും ഞങ്ങളുടേതിനനുസരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ റോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ. പിന്നെ യെല്ലോ എടുത്ത് തന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, എൻഗേജ്മെൻറ്റ് നമ്മൾ യെല്ലോ ആയിരുന്നു. യെല്ലോ നമുക്ക് ഫോട്ടോയിൽ അത്ര ഷോ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ യെല്ലോ പാടെ അങ്ങ് ഒഴിവാക്കി കേട്ടോ. കാരണം ഇനി ഹൽദി വരുമ്പോൾ അതിനും യെല്ലോ, എൻഗേജ്മെൻറ്റിനും യെല്ലോ ആയിരുന്നു. അപ്പോൾ
മൊത്തത്തിൽ യെല്ലോ ഇനി വേണ്ട എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഫോട്ടോയിൽ വരുമ്പോൾ അതത്ര ഷോ കിട്ടുന്നില്ല. നമ്മൾ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എടുത്തപ്പോൾ യെല്ലോ ആയിരുന്നു, അപ്പോൾ അത് ഫോട്ടോസിൽ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഭംഗി അറിയുന്നില്ലായിരുന്നു കേട്ടോ. കാണുമ്പോഴുള്ള ഭംഗി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തോന്നുന്നില്ല. അപ്പം നമ്മൾ അതിങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കി കളേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അവർ നമുക്കിങ്ങനെ എടുത്ത് വെച്ച് ഉടുപ്പിച്ച് കാണിച്ച് ചേർന്നൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. എന്നാൽ എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കും. എല്ലാ സാരി കിട്ടിയാലും അതിൻ്റെ തലപ്പൊക്കെ ഒന്ന് പിടിച്ചു നോക്കി ഒന്ന് സെറ്റല്ലേ നോക്കൂ കേട്ടോ. എന്തായാലും കല്യാണത്തിനൊരു പൊളിക്കണം എന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ. ഞങ്ങൾ കുറേ കസിൻസൊക്കെ കൂടെ ഡാൻസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഓരോരോ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സോങ്ങൊക്കെ സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്ത് എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്ത് പിന്നെ കല്യാണത്തിന് അന്ന് വന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു വട്ടം പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കാം എന്നാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സാരിയുടെ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയല്ലേ. അപ്പോൾ അതെ, നമ്മൾ എനിക്ക് ഈ റോസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതായത് ഫൈനലൈസ് ചെയ്തിട്ട് അങ്ങനെ 2-3 നമുക്ക് മാറ്റി വെച്ചിട്ട് ഏതാണോ നമുക്ക് ബെറ്ററായി തോന്നുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 ഞാൻ മാറ്റി വെച്ചിട്ട് അത് ഒരെണ്ണമാണ് ഇപ്പോൾ ആ റോസ് വേണ്ടത്. പിന്നെ ഇതൊന്നും ഞങ്ങൾക്ക് കണ്ടപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ചേച്ചിമാർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് ഇവർക്ക് നന്നായി അറിയാം കേട്ടോ. കാരണം നമ്മളേനെ അവർ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് എല്ലാം, ഫൈനൽ ചോയ്സ് നമ്മുടെയാണ്. പക്ഷേ അവർ പറയുമ്പോൾ നമുക്ക് എന്നാൽ ഇത് എടുക്കാം ഇല്ലെങ്കിൽ ഇതെടുക്കാം അങ്ങനത്തെ ഒരു തോട്ട് നമുക്കിങ്ങനെ വരും കേട്ടോ. അത്രയും നല്ല എന്താ പറയുക, ഭയങ്കരമായിട്ട് അവർക്ക് അറിയാം, ആ ഒരു നാക്കുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ. ചേച്ചിയുടെ സാരി കണ്ടില്ലേ കുത്തി വെച്ചിരിക്കുന്നത്, ബെസ്റ്റ് പെർഫോമറാണ് ആ ചേച്ചി. ചുമ്മാ അതല്ല, നമ്മളെങ്ങനെ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് ക്യാൻവാസ് ചെയ്ത് കേട്ടോ. കണ്ടില്ലേ, എല്ലാ സാരി കിട്ടുമ്പോഴും ഞാൻ ഇതുപോലെ ഒന്ന് പിടിച്ച് ഞെക്കി വിടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉടുക്കുമ്പോൾ പൊന്തി നിൽക്കുമോ അല്ലെങ്കിൽ തടി തോന്നിക്കുകയോ അങ്ങനത്തെ ഒക്കെ ഒരു കൺസേൺസ് ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ അതിങ്ങനെ ഞാൻ എപ്പോഴും ഒരു മനസ്സുഖം അങ്ങനത്തെ എന്താ പറയുക ഒരു പ്രത്യേകതരം സ്വഭാവം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു റെഡ്, അത് ഞങ്ങൾ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു എന്നെ വേണ്ട, അത് നമുക്ക് വേണ്ട എന്നുള്ളത്. പക്ഷെ തുണി നല്ല സോഫ്റ്റ് ആയിരുന്നു, പക്ഷേ നമുക്ക് വേണ്ട. അപ്പം തന്നെ ചേച്ചി മാറ്റി വെച്ചിട്ടോ. അങ്ങനെ നമുക്കിപ്പോൾ തന്നെ വന്നിട്ട് ഒരു 10-15 സാരി നമ്മൾ നോക്കിയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ബ്ലൂ ഒന്നും വേണ്ട, കാരണം ബ്ലൂ ഉടുക്കുമ്പോൾ ഓൾറെഡി അവൾ ഒരു ബ്ലൂ സാരി കോളേജിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉടുത്തിട്ടുണ്ടായിരുന്നു. കോളേജല്ല, അവൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് എന്തോട്ടോ ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോയിൽ നമുക്ക് അതൊരു ഉടുത്തപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബ്ലൂ വേണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു ബ്ലൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉടുത്ത് നോക്കിയില്ല. പിന്നെ എന്താ പറയുക, ഫോട്ടോയിൽ അത്ര ഷോ കിട്ടും തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മളത് മെല്ലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഗ്രീൻ ആട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രീൻ നമ്മൾ എന്താ പറയുക ഒന്ന് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. പക്ഷേ എൻ്റെ കണ്ണ് ഈ ഒരു കളറിലേക്ക് ഇങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ അതായത് ഇവിടെ വന്നിട്ട് ആദ്യം നോക്കിയത് ആ ഒരു ഷെയ്ഡായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ കണ്ണ് ആദ്യം പോകണ്ടായിരുന്നത് വയ്ക്കുക കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല കേട്ടോ. കണ്ടാലേ അറിയാമല്ലോ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല, നല്ല ഹൈ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും നോക്കാൻ നിന്നില്ല. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് മനസ്സ് ചാഞ്ചാടും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചായഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രീൻ കളർ നമ്മൾ നോക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ട്രയൽ ചെയ്യാൻ. അത് ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ അവർ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളതിങ്ങ് മാറ്റി വെച്ചിട്ടോ. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ എന്താ പറയുക സെലക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ എടുക്കണ്ട, മഞ്ഞ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് മഞ്ഞയായിരുന്നു.
ഇനി നമ്മൾ മുൻപ് സെലക്ട് ചെയ്ത് വെച്ച 3 കളർ സാരി ഉണ്ടല്ലോ, അത് നമ്മൾ ട്രൈ ചെയ്തൊക്കെയാണ് കേട്ടോ. അവർ ട്രയൽ റണ്ണാണ് കേട്ടോ. അപ്പോൾ ഇനിയാണ് അംഗം. ഇനി അവർ നമുക്കത് സെറ്റ് ചെയ്ത് ഉടുത്ത് നമുക്ക് ഏതാണോ തൃപ്തിയായിട്ട് തോന്നുന്നത് നമുക്ക് അതങ്ങ് എടുത്താൽ മതി. അപ്പോൾ എന്താ പറയുക, നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ മേലിൽ വെച്ച് ഉടുത്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി അറിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ട്രയൽ നോക്കാം കേട്ടോ ഉടുത്തിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നും 1 by 1 സാരി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോണം. വന്ന വിഷയം അയാളുടെ ഇതാ ഫോൺ എടുക്കണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാളുടെ ഊഞ്ഞെടുത്തൊക്കെ ഇത് ഫോട്ടോ എടുത്തിട്ട് ഊണിയ ഇതിപ്പോ 2 മടക്കിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ജാക്കറ്റ് ഇതില് വർക്ക് കൊടുക്കുമ്പോള് ഫംഗ്ഷൻ ആകുമ്പോ നമുക്ക് ഇതില് കുറച്ച് വർക്കൊക്കെ ചെയ്യും. ബ്ലൗസ് അടിക്കും. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അടുത്ത സെറ്റ് ചെയ്ത് നോക്കാം അല്ലേ. നല്ല സൂപ്പറാണ് കളറാണ്. നല്ല പിങ്ക് റാണി പിങ്ക് കളർ പറയുന്നത് കളറല്ല. റാണി പിങ്കാണ്. നല്ല ഷോപ്പ് അത് ഈ ഡ്രസ്സ് ഇടുമ്പോ ഭയങ്കര പൊന്തപ്പുള്ള ഡ്രസ്സായതുകൊണ്ട് ഈ ഡ്രസ്സിന്റെ ആണ് ഇത് ഓർഗാൻസാണേ. അതിങ്ങനെ ഒരു അല്പം പൊന്തി നിൽക്കില്ല നമ്മൾക്ക് ഈ സാരി ഇട്ട് അവിടുത്തെ നല്ല ഒതുങ്ങി കിടക്കും. ആ നീലൊക്കെ നല്ല റേറ്റ് ഉള്ളതാ അവിടെ ആണോ ചേച്ചി? അല്ല, അതിന്റെ ഇപ്പുറത്തെ താഴത്തെ അത് ഇതെങ്ങനെയുണ്ട്? ആണോ? ഇത് ഫോട്ടോ എടുക്കാം ചേച്ചി കാണിച്ചു തരാം. ഇത് മോള് കാണിച്ചെന്ന കളർ ഇട്ടാ മോഡലല്ല. മോഡൽ അത് കണ്ടാൽ നമുക്ക് പറ്റുന്നു. പക്ഷെ കളറ് ഇത് റേറ്റ് ഇല്ലേ? ഇതിനെത്ര റേറ്റ് പറഞ്ഞേ? കൂടുതലില്ല നമ്മുടെ ബഡ്ജറ്റുള്ളത്. അല്ലാത്ത സെറ്റ് ചെയ്യുന്നില്ല, ഭംഗി കുറയും. അത് മനസ്സിന് തൃപ്തിയായി പിന്നെ നമുക്കത് ഭംഗി ഉണ്ടാവില്ല. ഇത്ര ആരോഗ്യമുള്ള ആളുകൾ സ്റ്റഡി ആയിട്ട് സാരി കൊടുക്കും. സാരി കൊടുക്കാറുണ്ട്. ഇങ്ങനെ നിന്നോടൊക്കെ വേണ്ടോ? അതല്ലേ ഇപ്പൊ ഇങ്ങനെ നിന്നോടൊക്കെ വേണ്ടോ? ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്തോളൂ. ഏത് കളറാ ഭംഗി? മോൾ കുടിപ്പിച്ചേരാ ആദ്യം. ആ ഷാൾ ഊരിക്കിത്. ശരി, ഷാൾ ഊരിക്കി ഇതും ഇതുപോലെ പിങ്ക് പോലെ ഭംഗി കൊടുക്കണ ഒരു കളറാണ്. നല്ല ബ്രൈറ്റ് കൊടുക്കണം. ഭംഗിയില്ലേ? ഈ കല്യാണ സാരിയിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് എത്ര? കല്യാണ സാരിയില് കുറഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയി കിടക്കണതാണെങ്കിൽ ഒരു 10 തൊട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അതിന്റെ സെമി ഉണ്ടാവും, അതൊരു അല്പം അത് നമുക്ക് 5 7 കിട്ടും. പക്ഷെ ഇത്ര ഒതുങ്ങി കിടക്കില്ലേ, ഇതാ ഭംഗിയില്ലേ? പൊന്തി നിൽക്കും. അത് ഈ റെഡിന്റെ പ്രത്യേകത. റെഡ് കളറ് റോസ് എടുത്തേക്കാളും തെളിച്ചും കൂടി മുഖത്തേക്ക് ബ്രൈറ്റ്നെസ്. ഈ കളറല്ലേ ബ്രൈറ്റ് ആയി തോന്നിയത്? ഏതാ കൂടുതൽ ഇഷ്ടമായി നോക്കിയോ? കുട്ടികൾ പിന്നെ
അതാ പക്ഷെ ഉടുത്ത് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ അതാ ഭംഗി തോന്നിയത്. കൈ മുകളിലേക്ക് സൈഡിൽ വെച്ച് രണ്ടും ഭംഗിയുണ്ട്. കൂടുതൽ ഞാൻ തടി തോന്നിക്കരുത്. രണ്ടും ഒരേപോലത്തെ മെറ്റീരിയൽ കേട്ടാ, രണ്ടും ഒരുപോലത്തെ മെറ്റീരിയൽ. അത് കുട്ടി നോക്കണ്ട. ഇത് രണ്ടിന് കളർ ഏതാ ഭംഗി നോക്കി ഒന്ന് മിററിൽ നോക്കി ഇയാള് ഏതാ കുട്ടിക്ക് ഇഷ്ടമായി. എനിക്ക് രണ്ടും ഭംഗിയുണ്ട്. അപ്പൊ ശരി ആയിക്കോട്ടെ. ഫോട്ടോ എടുത്തോ മോളത്? ഫോട്ടോ എടുത്തോ? സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ. ബ്ലൗസ് തയ്ക്കോ? ആ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചു തരും. വർക്ക് വേണമെങ്കിൽ അത് ചെയ്ത് തരും കേട്ടോ. ആണോ? അപ്പൊ ഞാൻ നേരത്തെ വെച്ച പോലെയാണോ ഇപ്പൊ ഇരിക്കുന്ന സാരി? നിങ്ങക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മൾ സാരി ഉടുക്കുമ്പോ വരിക. ഇതിപ്പോ ഞാൻ 2 മടക്കിലാണ് ഫസ്റ്റ് വെച്ചത്. ഇങ്ങനെയാണ് നമ്മൾ സാരി ഉടുക്കുക. സാരിയുടെ ഫിനിഷിങ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 മടക്കിൽ വെക്കുന്നത്. സാരിയില് പൊന്തി നിൽക്കില്ല. കുട്ടിക്ക് ധൈര്യമായിട്ട് കണ്ട പോരാ. ഇനി സെറ്റ് ചെയ്യണ്ടല്ലോ. നോക്കിയേ കണ്ട അതില് കണ്ട കണ്ടോ മടക്ക് വീണത് കണ്ട. അതാണ് ഞങ്ങൾ അങ്ങനെ ഉടുപ്പിക്കാത്തത്. കൊടുത്ത ഒതുങ്ങി കിടക്കണ സാരി കേട്ടാ. എൻ്റെ കുട്ടി അങ്ങോട്ട് പൊക്കും. അപ്പൊ ഇത് ഓക്കെ ആണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് തലപ്പ് കുഞ്ചലം കെട്ടണം. ഇത് ഇതുപോലെ ഇത് ഇന്നർ പോർഷനും കെട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിത് കെട്ടി തരും കേട്ടാ. ഓക്കെ അല്ലേ? കുട്ടിക്ക് തൃപ്തിയല്ലേ? ഞാൻ വരാനൊന്നും ഇല്ലല്ലോ. ആയിക്കോട്ടെ. ഇത് എത്രയെന്നാ പറഞ്ഞത്? 20. ഇനി നമുക്ക് വേറെ സാരി നോക്കാല്ലേ? നമുക്കൊക്കെ സാരി വേണ്ടേ? സാരി ഉടുക്കണം. പിന്നെ ചേച്ചി സാരി ഉടുക്കണം. അന്നത്തെ ദിവസം ചേച്ചിനൊക്കെ നോക്കുമ്പോ ചേച്ചിക്ക് വെറുതെ കുട്ടികളൊന്നും നടക്കാൻ പറ്റിയ സാരിയാണ് വേണ്ടത്. ചേച്ചിയുടെ അനിയത്തിന്റെ ഒപ്പം നിൽക്കാൻ ചേച്ചി ഇങ്ങനത്തെ മോഡലിന്റെ അതന്നെ കേട്ടാ പറഞ്ഞത്. സാരി മതി. അതെങ്ങനെയാ നോക്കണേ? ഇതാ കേട്ടില്ല ആ ചേച്ചി പറഞ്ഞ പോലെ അനിയത്തിൻ്റെ കല്യാണത്തിന് എന്തായാലും ചേച്ചി സാരി എടുക്കാണ്ട് പറ്റില്ലല്ലോ. ചേച്ചി ചുരിദാറിട്ട് നടന്നാൽ ശരിയായില്ല. സോ സാരിയാണ് ഞാനും എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക പട്ടിൽ തന്നെ എടുക്കാമെന്ന്. കാരണം കുറച്ച് കനത്തിലായിക്കോട്ടെ. നമ്മൾ തിളങ്ങാൻ പറ്റിയൊരു ദിവസമല്ലേ, ഒരൊറ്റ ദിവസം അങ്ങനെ തിളങ്ങാൻ പറ്റിയൊരു ദിവസം നമ്മൾ മിസ്സാക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ആളുടെ കല്യാണമാകുമ്പോൾ. അപ്പോൾ ഈ ഒരു പട്ടിൻ്റെ സെക്ഷനിലാട്ടോ ഞാൻ ആദ്യം വന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് വേറെ ആ വെഡ്ഡിങ് സെക്ഷനിൽ തന്നെ ഒരു പട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ആദ്യം കണ്ണ് പോയത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഇത് ഉടുക്കില്ല. കാരണം ഞാൻ ഇതുവരെ സാരി എങ്ങോട്ടും പുറത്തേക്കൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഞാനിത് പിന്നീട് ഉടുക്കില്ല. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ അത്രയും വില കൂടിയ സാരി വേണോ എന്ന് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ ഒരു സെക്ഷനിൽ വന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് അങ്ങ് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. കാരണം ഞാൻ നോക്കിയത് റോയൽ ബ്ലൂ ആയിരുന്നു. പക്ഷേ അറിയാലോ നമ്മളെ ഒരെണ്ണം സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കളറ് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും. സോ ഞാൻ റോയൽ ബ്ലൂ നോക്കി അന്വേഷിച്ച് പോയി. പക്ഷേ എനിക്ക് റോയൽ ബ്ലൂ കിട്ടിയില്ല. പക്ഷേ റോയൽ ബ്ലൂവിൻ്റെ വല്യമ്മയുടെ കുഞ്ഞമ്മേൻ്റെ ഒക്കെ മോനായിട്ട് വരുന്നതുകൊണ്ട് ഒരു ബ്ലൂ എനിക്ക് കിട്ടി. അപ്പം അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ആ ചേച്ചി എനിക്ക് ഒരുപാട് സാരി കാണിച്ചു തന്നു കേട്ടോ, എൻ്റെ കളറിനനുസരിച്ച്. അത് എനിക്ക് ഉടുത്ത എങ്ങനെ ഭംഗിയുണ്ടാവും അങ്ങനത്തെ ടൈപ്പ് സാരി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ലൈറ്റ് കളർ ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ബ്രൗൺ സ്കിൻ ടോണുകാർക്കൊക്കെ ഈ ലൈറ്റ് കളർ ഉടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഈ നമ്മുടെ കളർ ഇങ്ങനെ എടുത്ത് തെറിച്ച് നിൽക്കും. അപ്പോൾ അത് കൂടുതൽ നമ്മളെ ഡാർക്കായിട്ടേ തോന്നിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഉടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല എന്താ പറയുക ഡാർക്ക് കളർ എടുക്കണം. ഈ കരിഞ്ചുവപ്പ്, കരിനീല, അങ്ങനത്തെ നേവി ബ്ലൂ, അതുപോലെ കരിമ്പച്ച, അതൊക്കെ നമുക്ക് ബ്രൗൺ സ്കിൻ ടോണുകാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കളർ നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടെ തെളിച്ചത്തിൽ തോന്നിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡുകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 3-4 എണ്ണം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നല്ല ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു പാട്ടാക്കിയിട്ട് ഇടാമെന്ന്, എന്നാലേ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഞാൻ അധികം വൈകാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പർച്ചേസ് ചെയ്തതും അതുപോലെ തന്നെ അമ്മ എടുത്തതും ആയിട്ടുള്ള സാരിയൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.